പലർക്കുള്ളൊരു സംശയമാണ് എക്സാം എഴുതുമ്പോൾ എത്ര മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ് ഏറ്റവും ആദ്യം അറ്റൻഡ് ചെയ്യേണ്ടത് എന്നുള്ളത്. അപ്പം അത് ആക്ച്വലി ഇൻഡിവിജ്വൽ ചോയ്സ് ആണ്. അപ്പം നമുക്ക് ശരിക്കും പറഞ്ഞാൽ നമുക്ക് മാർക്ക് കൂടുതൽ കിട്ടാനായിട്ട് സാധ്യതയുള്ളത് 3 മാർക്കിന്റെയും 5 മാർക്കിന്റെയും ആണ്. കാരണം അത് അത്യാവശ്യം നന്നായിട്ട് എഴുതി കഴിഞ്ഞാൽ നമുക്കൊരു 4 മാർക്ക്, 5 മാർക്കിന്റെ ആണെങ്കിൽ 4 മാർക്ക് 4.5 മാർക്ക് നമുക്ക് കിട്ടും. അവിടെ ലോസ് വരുന്നത് ഹാഫ് മാർക്ക് അല്ലെങ്കിൽ 1 മാർക്കാണ്. ഇപ്പൊ 3 മാർക്കിന്റെ ഒരു ക്വസ്റ്റ്യൻ ആണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് എഴുതി കഴിഞ്ഞാൽ നമുക്ക് 2.5 മാർക്ക് തീർച്ചയായിട്ടും അവർ തരും. 1/2 മാർക്കേ നഷ്ടം വരത്തുള്ളൂ. പക്ഷെ നമ്മളൊരു 10 മാർക്കിന്റെ ആൻസർ എഴുതി കഴിഞ്ഞാൽ നമ്മൾ ഒരു അത്യാവശ്യം എത്ര നന്നായിട്ട് എഴുതിയാൽ നമുക്കൊരു 7 മാർക്ക് 6.5 മാർക്കൊക്കെയാണ് നമുക്ക് കിട്ടുള്ളൂ. അത്ര പെർഫെക്റ്റ് ആയാലാണ് നമുക്കൊരു 7.5 മാർക്കൊക്കെ തരുള്ളൂ. അപ്പൊ അവിടെ ലോസ് കൂടുതലാണ്. പക്ഷെ പലരും ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ 10 മാർക്കിന്റെ ക്വസ്റ്റ്യൻ വെച്ച് സ്റ്റാർട്ട് ചെയ്യും. എന്നിട്ട് എക്സാമിന്റെ ടോട്ടൽ ടൈമിന്റെ പകുതി സമയം ഈ 10 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ എടുക്കും. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എത്ര അധികം സമയം എടുത്താലും നമുക്കിത് ഇത്രയും മാർക്കേ നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം അത് മനസ്സിലാക്കിയിട്ട് മാക്സിമം നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യുക. ഒരു ക്വസ്റ്റ്യൻ പോലും നിങ്ങൾ അറ്റൻഡ് ചെയ്യാതിരിക്കരുത്. പിന്നെ ഒരു ക്വസ്റ്റ്യനിൽ തന്നെ ചിലപ്പോൾ 3 സബ് ക്വസ്റ്റ്യൻ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് 3ഉം ആൻസർ ചെയ്യാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. 10 മാർക്കിന്റെ ചോദ്യമാണെന്നുണ്ടെങ്കിൽ അത് ഓരോന്നും ഡിവൈഡ് ചെയ്ത് തന്നെ നിങ്ങൾ എഴുതുക. അല്ലാണ്ട് ഒരു പോർഷൻ മാത്രം നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്താൽ നിങ്ങൾക്ക് അത്രയും 3 മാർക്കൊക്കെയാണ് 10 മാർക്കിന്റെ ചോദ്യമാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടുള്ളൂ. അപ്പം അത് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ ആൻസർ ചെയ്യാം. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ. എപ്പോഴും ഒരു സേഫ് സോൺ എന്ന് പറയുന്നത് 5 മാർക്കിന്റെ വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. അതിനുശേഷം നിങ്ങൾക്ക് 10 മാർക്കോ 3 മാർക്കോ ആൻസർ ചെയ്യാം. അതല്ല നിങ്ങൾക്ക് ഫസ്റ്റ് തന്നെ 10 മാർക്കിന് ആൻസർ ചെയ്യണമെങ്കിലും തെറ്റൊന്നുമില്ല. പക്ഷെ ടൈം അനുസരിച്ച് നിങ്ങൾ കറക്റ്റായിട്ട് ആൻസർ എഴുതി നിർത്താന്നുള്ളതാണ്. 10 മാർക്കാണെന്ന് വിചാരിച്ച് എഴുതിക്കൊണ്ടേ ഇരിക്കരുത്.